എന്ന ചിത്രം കണ്ടവർ ആരൊക്കെയുണ്ട്? കാണാത്തവരുടെ ആരും കാണില്ല, കൈവത്തിന് കുഴപ്പമില്ല. അപ്പൊ പ്രേമം എന്ന ചിത്രത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങളുണ്ട്. അവിടെ അതിന് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ പറയാനുള്ളത് നമ്മൾ ആരുടെ പേര് പറയും? ജാവ, നമ്മുടെ ജോർജ്, മലൻ, എന്നെ കോയ, അല്ലെ? അതിന് എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ ഇടന്നിടുന്നതാണ്. കാരണം അത് ആ ചിത്രത്തിന്റെ വിജയമല്ല, ആ സിനിമയിൽ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ വിജയമാണ്. ആ സിനിമയിൽ വിമർശമായി എന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നൊരു നടനുണ്ട്, ശ്രീ വിനയ് പോൾ. അപ്പോ പ്രേമം എന്ന ചിത്രത്തിലെ വിനയ് പോളിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സാറോ ഇടക്കിടക്ക് കുറിച്ച് കൂടുതൽ തന്ന ഫേമസ് സാറിനെ കുറെ പൈസ ഉണ്ട്. ഫേമസ് സാർ നന്നായിട്ട് ഓടും, ഫേമസ് സാർ നന്നായിട്ട് ചാടും. പിന്നെ ഫേമസ് സാർ പാട്ട് വേണം, പാട്ട് വേണം, പാട്ട് വേണ്ട. സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ്. അപ്പോ സമീപകാലത്തായിട്ടാണ് മലയാള സിനിമയിൽ വന്നതെങ്കിലും തമിഴ് സിനിമകളിലൂടെയും മലയാള സിനിമകളുടെയും നമ്മുടെ മനസ്സിലേക്ക് താഴ്ന്നുണ്ട് ശ്രീ ദുൽഖർ സൽമാൻ. മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മകൻ ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഒരു ചിത്രമായിരുന്നു ഉസ്താദ് മോഡൽ എന്ന ചിത്രം. ആ ചിത്രത്തിന്റെ ഡയലോഗ് നമ്മുടെ ഇപ്പോൾ ഇറങ്ങി ഹിറ്റായ ഒരു ചിത്രമാണ് ചാർലി. അതിന് രണ്ട് ഡയലോഗും തമ്മിൽ ഞാൻ ചേർത്തനെ കൊണ്ട് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കണക്കിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് എന്താ? നിങ്ങൾ പഴയ സുലൈമാനി ആരാണെന്നോ എനിക്കറിയാം. നീ എന്നെ ഒരുപാട് ഇഷ്ടം. അതെ, കൂടുതൽ പറയുന്ന ആയിരത്തി ഞാൻ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കുന്നത്